Hi, welcome to the channel. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോട്ട് ടേക്കിംഗ് ആപ്പാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഓൺ ദ നോട്ട് ടേക്കിംഗ് ആൻഡ് നോളജ് മാനേജ്മെന്റ് സെക്ടറിലാണ്. സോ അത്രയും ഒരു ആപ്പുകൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പുതിയ ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, ടു ഡു നോട്ടൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളതാണല്ലോ നോളജ് മാനേജ്മെന്റ് ആപ്പുകളുടെ ഒരു പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് കൊണ്ട് എന്നാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ആപ്പിന്റെ ഒരു പ്രത്യേകത. സോ ലൈഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ആപ്പിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ആപ്പാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഇപ്പൊ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ടൂസിന്റെ ഹോം പേജിലാണ് ഞാൻ നിൽക്കുന്നത്. ലൈഫ് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കും ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. സം തിങ്സ് വിൽ കം, നമുക്കത് റൈറ്റ് ഡൗൺ ചെയ്യണം. അത് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പല ക്യാരക്ടറിസ്റ്റിക്, അത് ജസ്റ്റ് നോട്ട് ആകാം, അത് ടു ഡൂസ് ആകാം, അതുപോലെ എന്തെങ്കിലും ഒരു കലണ്ടർ ഇവന്റ്സ് ആകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ പീസ് ഓഫ് ഇൻഫർമേഷൻസ് ആകാം. പ്രത്യേകിച്ച് ക്യാരക്ടറിസ്റ്റിക് ഒന്നുമില്ല, പക്ഷെ അത് മേ ബി ഇറ്റ് ക്യാൻ കം ബാക്ക് ഇൻ സംടൈംസ് ലേറ്റർ. അങ്ങനെയൊക്കെ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കാം. സോ ഈ ഒരു ആപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവറിഥിങ് കൺസിഡർഡ് ആസ് എ തിങ്സ്, എന്നിട്ട് നമ്മുടെ ആ ഒരു എഴുതിയതിനു ശേഷം അതിനെ എന്ത് രീതിയിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് രീതിയിൽ അവർ അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ കലണ്ടർ ഇവന്റ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ടു ഡൂസ് ഉണ്ട്, റിമൈൻഡേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു നോട്ട് എഴുതുകയാണെങ്കിൽ അതിന് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരു ടു ഡു ആണെങ്കിൽ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ടു ഡു ആണെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനും അൺചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം, അതിന് റിമൈൻഡർ വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മനസ്സിലേക്ക് സാധാരണ ഒരു മനുഷ്യന് വരുന്നത്. അപ്പൊ ആ ഒരു രീതി തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ടു യൂസ് ആണ്. നോ ഡേറ്റ ക്യാപ്സ്, നോ ലിമിറ്റ്, നത്തിങ് ഈസ് ദെയർ. ബട്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു കോയിൻസ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടേതായ ടു ഡൂസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന സമയത്ത് കോയിൻസ് ജനറേറ്റ് ചെയ്യും. ആ കോയിൻസ് വെച്ചിട്ട് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ബൈ ചെയ്യാം. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇനി നമുക്ക് കോയിൻസ് ജനറേറ്റ് ചെയ്യേണ്ട അഡീഷണൽ ഫീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് $2 കൊടുത്തിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യാം. ഇനി കൂടുതൽ കഥയിൽ നിൽക്കാതെ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് അതെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇതാണ് ടൂസ് ആപ്പിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കലണ്ടർ മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് ഈ വീക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഈ സൈഡ് പാനലുണ്ട്. പാനലിൽ ലിസ്റ്റ്, കലണ്ടർ, ടു ഡൂസ് വരുന്നുണ്ട്. സോ വരുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓരോ ഡേയ്സിനനുസരിച്ചിട്ട് ഒരു ബോക്സ് കാണാം. ഈ ബോക്സിനെയാണ് ആക്ച്വലി ലിസ്റ്റ് എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഓരോ ഡേറ്റിനനുസരിച്ച് ഓരോ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലിസ്റ്റ് അല്ല, ഒരു നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ സൺഡേ ജൂലൈ 28 എന്താണ് എനിക്ക് എഴുതേണ്ടത്, വാട്ട് എവർ കംസ് ഇൻ യുവർ മൈൻഡ്, റൈറ്റ് ഇറ്റ് ഹിയർ. ഇതാണ് ഇതിന്റെ സിമ്പിൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനിയാണ് ഇവിടെ മാജിക്. വൺസ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോട്ടായിട്ട് വരും. അടുത്തത് ഇവിടെ നിങ്ങൾ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡാഷ് ഔട്ട്, ടു ഡു, നമ്പർ, നോട്ട്, ബുള്ളറ്റ്, അങ്ങനെ. തൽക്കാലത്തേക്ക് ഒരു നോട്ടായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. എനിക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട, ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇനി അങ്ങനെ, അതായത് നിങ്ങൾക്ക് ഒരു ലിസ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ രീതിയിലുള്ള ഡേറ്റാസ് നമുക്ക് പ്രസന്റ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സൈഡ് ബാറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആമ്പിൾ നോട്ടിന്റെ കുറച്ച് ഒരു ഐഡിയയും കൂടി ഇതിന് ആമ്പിൾ നോട്ടിൽ നിന്നും ഇത് എടുത്തിട്ടുണ്ട്. സൈഡ് പാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഉണ്ട്, കലണ്ടർ ഉണ്ട്, ഡൂസ് ഉണ്ട്, ആൻഡ് മോർ ബട്ടൺ ഉണ്ട്. ഇപ്പൊ ലിസ്റ്റിൽ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം നിങ്ങൾ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് എന്താണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ലിസ്റ്റ് ഡേറ്റ് അനുസരിച്ച് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ രീതിയിലും ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രിയേറ്റ് ലിസ്റ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ന്യൂ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ഷോർട്ട് കട്ടും ഉണ്ട്. എല്ലാം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ലിസ്റ്റ് വരികയും ചെയ്യും. അപ്പൊ ഈ ലിസ്റ്റിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ചെയ്യാം, മൈ ന്യൂ ലിസ്റ്റ്. അവിടെയും നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റും. പിന്നെ ഓരോ ലിസ്റ്റിനകത്ത് പല പല ഡേറ്റാസ് ഉണ്ട്. ടു ഡൂസ് ഡേറ്റ കാണാം, കലണ്ടർ ഡേറ്റ കാണാം. കലണ്ടറിലേക്ക് ഞാൻ പിന്നീട് വരാം, ഇവന്റ്സ് ഡേറ്റിലേക്ക് വരാം. ചിലത് സ്റ്റാർ ചെയ്തിട്ടുണ്ടാകും, ചില ടു ഡൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് അതിന്റെ എല്ലാ ഡേറ്റേഴ്സും ഈ പാനലിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ടൂഡൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ ടൂഡൂസ് നിങ്ങൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ലിസ്റ്റിലാണോ നിങ്ങൾ, ഏതൊക്കെ ഡേയ്സിലാണ്, ഏതൊക്കെ ലിസ്റ്റിലാണ് നിങ്ങൾ ടൂഡൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാ ടൂഡൂസും അത് പോപ്പപ്പ് ചെയ്യും ഇവിടെ.
അതൊരു നല്ല ഫീച്ചറാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരിടത്തുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. പിന്നീട് നമുക്ക് കാണേണ്ട രീതിയിൽ എങ്ങനെ വേണേലും കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. നമ്മളിവിടെ മോർ നോക്കി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ടെംപ്ലേറ്റ്, ബുക്ക് മാർക്സ്, അങ്ങനെ കാര്യങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാനും പറ്റും. നിങ്ങൾക്കിപ്പം അത് മാറ്റി റിവ്യൂ എടുത്തിടണമെങ്കിൽ, റിവ്യൂ എന്താണെന്ന് ഞാൻ പറയാം, റിമൈൻഡർ എടുത്തിടണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. റിവ്യൂ എടുത്തിടണമെങ്കിൽ ചെയ്യാൻ പറ്റും. ടാക്സ് ആണ് നിങ്ങൾക്ക് എടുത്തിടണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ, അതായത് നിങ്ങൾക്ക് ടോട്ടലി കസ്റ്റമൈസബിൾ ആണ്. ഇനി നമുക്ക് വീണ്ടും ലിസ്റ്റിലേക്ക് വരാം. ലിസ്റ്റിൽ വന്നിട്ട് മൈ ന്യൂ ലിസ്റ്റ് എന്നൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡ്യൂസ് ടൈപ്പ് ചെയ്യാം. പ്രൊഡ്യൂസ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ഓപ്ഷൻസ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കൊരു പാനൽ കിട്ടും. ഈ പാനൽ എന്ന് പറയുന്നത് ചേഞ്ച്, മൂവ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഫീച്ചേഴ്സാണ് ഇതിനെ പ്രത്യേകതയാക്കുന്നത്. ചേഞ്ച് എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിങ് ടൈപ്പ്, ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനെ തിങ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലേക്ക് മാറ്റാം. ഡാഷ് ആക്കാൻ, ടു ഡു ആക്കാൻ, നോട്ട്സ് ആക്കാൻ, ബുള്ളറ്റ് ആക്കാം, ആ രീതിയിൽ. പിന്നെ അതിനുശേഷം അതിനകത്ത് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ഹൈപ്പർ ലിങ്ക്, ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ്. അതൊക്കെ ഹൈലൈറ്റ് ചിലപ്പം ഇനിഷ്യലി കാണണമെന്നില്ല. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കോയിൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ആവും. അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് കോയിൻസ് ഉണ്ട്. ഈ രീതിയിലുള്ള ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇൻറ്റൻറ്റ്, ഔട്ട്ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മൂവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലിസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. കാര്യം നമ്മൾ ഫസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ലിസ്റ്റിൽ വേണോ അല്ലെങ്കിൽ എനി പെർട്ടിക്കുലർ ഡേയിലുള്ള ലിസ്റ്റിലേക്ക് വേണോ നമുക്ക് ഡേ സെലക്ട് ചെയ്ത് അതിലേക്ക് പോകാം. അതല്ലെങ്കിൽ നാളത്തേക്ക് പെട്ടെന്ന് വേണ്ടത് നാളത്തേക്കാണ്. ഇപ്പോൾ ടു ഡൂസ് കുറച്ച് നോട്ട്സ് ചെയ്ത് നാളെ റിവ്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം. അതൊരു മെയിൻ ഫീച്ചർ. പിന്നീട് സബ് ലിസ്റ്റ് ഉണ്ടാക്കാം. അനദർ ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് സബ് ലിസ്റ്റ് എന്ന് പറയുന്നത്. മൈ ടു ഡു സ്ട്രിപ്പിൽ എനിക്കാണെങ്കിൽ 1, 2 പിന്നെ ഒരു നോട്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ ഡു ആണ്, ഇതാണെങ്കിൽ ടു ഡു ആണ്, ഇത് ജസ്റ്റ് ഒരു. അപ്പോൾ എനിക്കിതിനെ ഒരു സബ് ലിസ്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. സബ് ലിസ്റ്റ് ആയിട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇടാൻ പറ്റും. ആ സബ് ലിസ്റ്റിലേക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ഈ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും കൂടുതൽ ബെറ്റർ ആയിട്ട്. ഓക്കെ, ഈ സബ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സബ് ലിസ്റ്റിനകത്ത് നമുക്ക് സബ് ലിസ്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സാധനത്തിനകത്ത് പുതിയ സബ് ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ന്യൂ സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പുതിയ സബ് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്തൊരു സബ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ന്യൂ സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സബ് ലിസ്റ്റ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് കിട്ടും. അതാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിനെ കുറച്ചുകൂടെ യുണീക്ക് ആക്കുന്നത്. ബിക്കോസ് ഇതൊക്കെ പെയ്ഡ് വേർഷനിൽ സാധാരണ കിട്ടുന്നതാണ്. ഒബ്സിഡിയനിലൊക്കെ കാണുന്ന പോലത്തെ ഫീച്ചേഴ്സ്. അത് കാണിച്ചു തരാം എന്താണെന്ന്. ഇതാണ് ആ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ടുകളെല്ലാം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഞാൻ ഇത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ സബ് ലിസ്റ്റ് ചെയ്തതും ഇന്റർ കണക്ട് ചെയ്തതുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫ്രെയിം വർക്ക് ആർട്ടിക്കുലേറ്റ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക് എന്ന് പറയുന്നത് ബുക്ക് ആൻഡ് റീഡിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന വേറൊരു ടോപ്പിക്കായിട്ട് കണക്റ്റഡ് ആണ്. ബിക്കോസ് ബുക്സിനകത്തുള്ള ഏതോ ഒരു ബുക്ക്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തു. ബിക്കോസ് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് വേണം. അതേപോലെ ആർട്ടിക്കുലേറ്റ് റിസോഴ്സ്, വൺ നോട്ടിൽ എൻ്റെ മറ്റ് റിസോഴ്സുകളെ ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രെയിം വർക്ക് ഡിസ്കഷൻ അകത്താണ് ഈ സാധനം വരുന്നത്. ആ ഫ്രെയിം വർക്ക് ഡിസ്കഷനിൽ തന്നെ മീറ്റിംഗ് ഫ്രെയിം വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു നോളജിൽ എത്രത്തോളം ഈ കണക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം വലുതാവുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ഫീച്ചർ എന്ന് പറയുന്നത് ഒബ്സിഡിയനിലൊക്കെ പെയ്ഡ് വേർഷനായിട്ട് കാണാൻ പറ്റും, ഒബ്സിഡിയനിൽ കാണാൻ പറ്റും. അതുപോലെ ഈ ആപ്പിൾ നോട്ടിലൊക്കെ പെയ്ഡ് വേർഷനായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഈ ഫീച്ചർ എന്നൊക്കെ പറയുന്നത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് കൂടാണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് സ്റ്റുഡൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ലിസ്റ്റ്, ഇപ്പം ലൈഫ് സ്ട്രാറ്റജി ഷോ അപ്ലൈ എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് എൻ്റെ ഈ ലിസ്റ്റ് എനിക്ക് ഇത്ര നാൾ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതെന്ന് പറയുന്നത് ഒരു നിങ്ങൾ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ലേണിംഗ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്, ആ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ ഇത്ര നാൾക്ക് ശേഷം പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇത് അറിയത്തില്ലെങ്കിൽ ഞാൻ ഹൗ ടു ലേൺ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും.
സോ അങ്ങനെയുള്ള ആ ഒരു പിന്നെ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിന്റെ ഡൗൺ പോർഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാളെ വേണം റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ റിവ്യൂ ചെയ്യണം, നെക്സ്റ്റ് മന്തിൽ റിവ്യൂ ചെയ്യണം, 3 monthsന് ശേഷം റിവ്യൂ ചെയ്യണം. അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ ഒരു മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോം പേജിൽ ഇത് വീണ്ടും പോപ്പപ്പ് ചെയ്യും, ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ സാധാരണ നോട്ട് എഴുതുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളത് മറന്നുപോയി നഷ്ടപ്പെടുകയും ചെയ്യും. മേ ബി 2 to 3 months ബാക്ക് അത് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഈ വിഷ്വലൈസേഷൻസിനകത്ത് നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ഒരു ടോപ്പിക്ക് പോകുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഒരു ബേസിക് ഫീച്ചറാണ്. ബാക്കിയുള്ളതൊക്കെ വളരെ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ടാഗ് ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ടാഗ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഏത് ടാഗ് വേണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് #ടാഗ് അടിക്കും. അപ്പം ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാഗ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ ടാഗ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ടാഗ് എന്ന് പറയുന്നത് ഓപ്ഷൻസ്, ക്രിയേറ്റ് ടാഗ് എന്ന ടാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിൽ ഇതൊരു ഇൻസൈറ്റ്സ് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഓൺഗോയിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് വേയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. ഡേയ്സ് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിന്റെ ഹെഡിങ് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാം. അത് വേറെ ലിസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതങ്ങനെ കണക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാഗ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീക്കിൽ വീക്ക് 31 ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് പെട്ടെന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. സോ വീക്ക് 1, വീക്ക് 32 ഇതെന്നും പറയുന്നത് വളരെ ഒരു ലൈഫ് ഓർഗനൈസേഷൻ എന്ന ഒരു സെഗ്മെന്റ് വരുന്ന സമയത്ത് ഇങ്ങനെ വീക്കിലി കാണുക, മന്ത്ലി കാണുക, നോട്ട്സ് എല്ലാം നമുക്ക് വീക്കിലി റിവ്യൂ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സോ എൻ്റെ 31st വീക്കിന്റെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഡു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, പിന്നീട് നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ടെംപ്ലേറ്റ്സ് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കൊളാബറേഷൻസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേൾഡിലേക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റും. എന്നിട്ട് അതിനുവേണ്ടി പബ്ലിക് ലിങ്ക് കിട്ടുകയും ചെയ്യും. ഈ പബ്ലിക് ലിങ്ക് നമുക്ക് കിട്ടുകയും ചെയ്യും, പബ്ലിഷ് ടു വേൾഡ് കിട്ടുകയും ചെയ്യും. ഈ പബ്ലിഷ് ടു വേൾഡ് എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് താഴെ നോക്കുകയാണെങ്കിൽ വേൾഡ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആളുകൾ പബ്ലിഷ് ചെയ്ത തിങ്സ് ആൻഡ് ലിസ്റ്റ് നമുക്ക് ഇൻ ജനറലി കാണാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അലി അബ്ദാലിന്റെ 10 ജേർണലിംഗ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെയൊക്കെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ഓൾറെഡി ഒരു ലിസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എടുത്ത് ടെംപ്ലേറ്റ് അടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഇപ്പം ഒരു ഗ്രോസറി ലിസ്റ്റ്, പാക്കിംഗ് ലിസ്റ്റ്, എന്തെങ്കിലും ടെംപ്ലേറ്റ്, 3 years മെത്തേഡ്, അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് എടുക്കാം. ബഡ്ജറ്റ് ട്രാക്കർ, അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ലിസ്റ്റ് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ പോയിന്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത്, അത് ഈ ടോപ്പ് താഴെ കോർണർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ സ്ട്രീക്ക്, കോയിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കോയിൻസ് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലിസ്റ്റിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ചെയ്ത ഒരു ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. I got some points. അതായത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സം പോയിന്റ്സ് വരും. നിങ്ങൾ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഡെയിലി വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് കളക്ട് ചെയ്യാനുണ്ട്. ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയത് കാരണം ഒരു 10 പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ കോയിനുകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കൊളാബറേറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ് കിട്ടുകയും ചെയ്യും. ഈ പോയിന്റ്സ് കൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് തിങ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗെയിമിഫിക്കേഷൻ എലമെന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കളക്ട് കോയിൻസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ്സിന് വേണ്ടി ഉപയോഗിക്കാം. ഇനിഷ്യലി അവര് വെബ് ആപ്പിൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറയുന്നത് കോയിൻസ് റെഡീം ചെയ്യുന്നത് മൊബൈൽ ആപ്പ് വഴിയിട്ടാണ്. സോ മൊബൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ ചെയ്ത ഒരു ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കളക്ട് ചെയ്ത രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോയിൻസ് റെഡീം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ജനറലി കോയിൻസ് റെഡീം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്പിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ കോയിൻസ് റെഡീം ചെയ്യാൻ പറ്റും ഓരോ ഫീച്ചർ വാങ്ങിക്കാൻ വേണ്ടി. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി കലണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ കലണ്ടറിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കലണ്ടേഴ്സ് ഉണ്ട്. പല രീതിയിലുള്ള കലണ്ടേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഔട്ട്ലുക്ക് ആയിരിക്കാം, മേ ബി ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിളിലെ കലണ്ടർ ആയിരിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതേ കലണ്ടർ വെച്ചിട്ട് ഈ കലണ്ടറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാണ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. കാര്യം പെട്ടെന്ന് എല്ലാം കൂടെ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ ഇന്റഗ്രേഷൻസ് ഉണ്ട്.
ഇൻറ്റഗ്രേഷൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലണ്ടർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കലണ്ടർ, അതായത് നിങ്ങളുടെ ജിമെയിൽ എക്സിസ്റ്റിംഗ് കലണ്ടർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ, ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലിൽ നിന്ന് എന്തെങ്കിലും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. സേവ് അറ്റ് യൂസ് ആപ്പ് എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് ചെയ്താൽ മതി. അതുപോലെ സെയിം തിങ് നിങ്ങൾക്ക് ഫോണിലും കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയത് വാട്സാപ്പ് ആണ്. നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൂൾസ് വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. രജിസ്റ്റേർഡ് വാട്സാപ്പിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനിവിടെ ടെസ്റ്റിംഗ് ദ വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഞാൻ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്. ലെറ്റ് സി അതിവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഓൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ August 1, അതായത് ടുഡേ ഇതെന്ന് പറയുന്നത് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ദ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളോട് ടൈപ്പ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണാം. സെയിം തിങ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും എന്താണ് ആക്സസിബിലിറ്റി ഉള്ളത്, ടെക്സ്റ്റ് മെസ്സേജ് ആണ്, വാട്സാപ്പ് ആണ്, അതല്ലെങ്കിൽ ഇമെയിൽ ആണ്, നിങ്ങൾക്ക് അതിലെല്ലാം ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നിങ്ങളുടെ ജിമെയിൽ ഓൾറെഡി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ടെസ്റ്റിംഗ്, ടു ഡൂസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ പേഴ്സണലി ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. along with OneNote and other notes ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു മെയിൻ ഡ്രൈവറായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. 2 ജേർണൽ എഴുതാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ബിക്കോസ് ഡെയിലി നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടുഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടുഡേ ഇത് കിട്ടും, ഒരു ലിസ്റ്റ് കിട്ടും, അവിടെ നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സ് ഫീച്ചർ നമ്മൾ എത്രത്തോളം ഡെപ്ത് പോകുന്നുണ്ടെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നീടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടു ഡൂസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ടു ഡൂസ് ആണെങ്കിൽ പുതിയ ദിവസം ഒരു 5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ചോദിക്കും, ഡു യു വോണ്ട് ടു മൂവ് ദിസ് ടു കറണ്ട് ഡേ, അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. അതായത് നമുക്ക് ഓൾ ദി ടു ഡൂസ് പെൻഡിങ് വരുന്ന കറണ്ട് ഡേയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം ലിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കാൺട്ട് റൈറ്റ് ആൻ എസ്സേ കൈൻഡ് ഓഫ് തിങ്സ്. അതിന് നമുക്ക് OneNote അല്ലെങ്കിൽ AmbleNote യൂസ് ചെയ്തേ പറ്റും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എൻ്റെ OneNoteൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ബട്ട് ചെറിയ നോട്ട്സുകൾ നമ്മൾ കീപ് നോട്ടിലൊക്കെ എഴുതുന്ന, ഗൂഗിൾ കീപ് നോട്ടിലൊക്കെ എഴുതുന്ന ചെറിയ നോട്ടുകൾ വരും. ബട്ട് മജോറിറ്റി ഓഫ് ടൈമും ചെറിയ നോട്ടുകളായിരിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മളത് വലിയ നോട്ടായിട്ട് എടുത്ത് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ക്യാൻ ഓഫ് കോഴ്സ് യൂസ് OneNote അല്ലെങ്കിൽ AmbleNote. അതും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഡേറ്റ, നിങ്ങൾ വേർഡിലാണ് ഡേറ്റ ചെയ്യുന്നതെങ്കിൽ ഇടുന്നെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ആ ഒരു തുടക്കത്തിലുള്ള നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയ തോട്ട് പ്രോസസ്സുകൾ, ചെറിയ ഒരു ഐഡിയാസ്, അത് ഇപ്പോൾ ടു ഡൂസ് ആകാം, ഐഡിയാസ് ആക്കാം, എന്ത് വേണേലും ആക്കാം, അതൊക്കെ നല്ല പെർഫെക്റ്റ്ലി ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് നിങ്ങളും ട്രൈ ചെയ്യുക ആൻഡ് ബി മോർ ഓർഗനൈസ്ഡ് ആൻഡ് ഡു മോർ തിങ്സ് ഇൻ ദ ലൈഫ്. അങ്ങനെ നമ്മുടെ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.